പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭവിഷ്യയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭവിഷ്യയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ. കർത്താവിൻ്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല, അവിടുത്തെ കരുണ അസ്തമിക്കുന്നുമില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. സ്നേഹനിധിയായ ഈശോയെ, പുതുവർഷത്തിൻ്റെ 15-ാം ദിനമായി ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു. ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി അങ്ങയുടെ ചിറകിന് കീഴിൽ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വീഴ്ചകളെ അങ്ങയുടെ കാരുണ്യക്കടലിൽ കഴുകി ശുദ്ധീകരിക്കണമേ. വരാനിരിക്കുന്ന ദിവസങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ തിരികെ വരുന്ന പുത്രനായ വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ആവേശം കുറഞ്ഞ് ചിലപ്പോൾ നാം ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാവാം. എന്നാൽ നമ്മെ കാത്തിരിക്കുന്ന പിതാവിനെ പോലെ ഈശോ എന്നും കൈകളിൽ വിരിച്ചു നിൽക്കുകയാണ്. 15-ാം ദിനമായി നമ്മുടെ ഹൃദയങ്ങളെ അവിടുത്തെ കാരുണ്യത്തിലേക്ക് നമുക്ക് തിരിച്ചുവിടാം. അങ്ങനൊരു പുതിയ തുടക്കത്തിന് കാരണമാവട്ടെ. ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്ന പുതിയ അവസരമാണ്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ നാം പരാജയപ്പെട്ട ഇടങ്ങളിൽ അവിടെ നിന്നും എഴുന്നേറ്റ് കൂടുതൽ ശക്തിയോടെ കരുത്തോടെ നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ദിവ്യകാരുണ്യ ആരാധന നമ്മെ സഹായിക്കട്ടെ. കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ നിന്നും ഉണ്ടാകുന്നതിന് കാരണമായ തേടി ദൈവത്തിൽ നിന്നും കാരുണ്യം സ്വീകരിക്കുന്ന നാം മറ്റുള്ളവരോടും കരുണയുള്ളവരുമായിരിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയാം. ഈ വർഷം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ സ്നേഹം പ്രതിഫലിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും കുറവുകളും ഈശോയുടെ കാരുണ്യത്തിന് പരിപൂർണമായി നമുക്ക് വിട്ടുകൊടുക്കാം. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നുവെന്ന് സ്നേഹപൂർവ്വം മനസ്സിൽ പ്രാർത്ഥിക്കാം. ഈ വർഷം മുഴുവൻ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും തണലായി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിൽ യുദ്ധങ്ങളും പട്ടിണിയും മൂലം കഷ്ടപ്പെട്ട് നടക്കും. ദൈവത്തിൻ്റെ ആശ്വാസവും സമാധാനവും ലഭ്യതനായി പ്രാർത്ഥിക്കാം. വഴിതെറ്റിപ്പോയ മക്കൾക്കും ദുശീലങ്ങളകപ്പെട്ടിരിക്കുന്നവർക്കും അങ്ങയുടെ പ്രകാശത്താൽ മോചനം നൽകുന്നതിനായ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയായിരിക്കണമേ. നിൻ്റെ സ്നേഹവും കാരുണ്യവും ഞങ്ങളിൽ സമൃദ്ധമായി ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഈ 15-ാം ദിനത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും ദൈവഹിതത്തിന് അനുസൃതമായി വ്യാപരിക്കാൻ എന്നെ ക്രമീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി 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 സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.